ഹലോ, നിജോസ് വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും കുറേ നാൾക്ക് ശേഷം വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൽ ഇതുവരെ സ്റ്റിച്ചിങ് ആണ് കാര്യമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഗോൾഡൻ ബീഡ്സ് എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ സ്റ്റിച്ചിങ് ആണ് കാര്യമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഒരു കുർത്തി ബിസിനസ്, അതായത് ഓൺ പ്രൊഡക്റ്റായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ എറണാകുളത്തേക്ക് പോവുകയാണ്. എറണാകുളത്ത് നിന്ന് ഞങ്ങൾ റണ്ണിങ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തതിന് ശേഷം അത് പീസ് വർക്കിൽ കൊടുത്ത് ഒരു കുർത്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയുടെ തുടക്കത്തിലാണ് കേട്ടോ ഞങ്ങൾ. നൈറ്റി മെറ്റീരിയൽസും അതുപോലെ തന്നെ റെഡിമെയ്ഡ്സും ഒക്കെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് സാധാരണ എടുക്കാറുണ്ടായിരുന്നത്. അപ്പോൾ അതിനേക്കാളും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് എറണാകുളത്ത് കിട്ടും എന്നുള്ളൊരു ധാരണയിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. മാളും അവളുടെ ഹസ്ബൻഡും മോളുമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും പാർട്ട്ണർഷിപ്പായിട്ടാണ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി കുർത്തി ബിസിനസ്സും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഓരോ വർക്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. എനിക്ക് എറണാകുളത്ത് പോയിട്ട് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. പക്ഷെ അവൾ കല്യാണത്തിന് മുമ്പൊക്കെ എറണാകുളത്താണ് വർക്ക് ചെയ്തിരുന്ന. ഓരോ ഷോപ്പിലൊക്കെ അവൾ നിന്നിട്ടുണ്ട്, ബുട്ടീക്കിലൊക്കെ അവൾ നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിചയം അവൾക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ ധൈര്യത്തിലാണ് ഞങ്ങൾ രണ്ടാളും പോകുന്നത്. എനിക്ക് യാതൊരു പരിചയവും ഇല്ല, എറണാകുളമായിട്ട് യാതൊരു ടച്ചും ഇല്ല. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ബാക്കി എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് അറിയാൻ പറ്റും. നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോസിൽ കാണുന്ന തരത്തിലൊക്കെ തന്നെയാണോ അവിടെ എന്നുള്ളത് നമുക്കറിയില്ല. ഏകദേശം ഒരു 11-11:30 ഞങ്ങൾ എറണാകുളത്ത് എത്തിയിട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനും അവളും കൂടെ മാർക്കറ്റ് റോഡിലേക്ക് കയറി ഇങ്ങനെ നടന്നു. അവളുടെ ഹസ്ബൻഡും മോളും മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് അവളിങ്ങനെ ഞാൻ ആ ഷോപ്പിൽ നിന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെന്നൊക്കെ ഓരോ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഈ ഒരു ഷോപ്പിലാണ് കയറിയത്. ഇപ്പോൾ ഈ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ നൈറ്റി മെറ്റീരിയൽസും അതുപോലെ തന്നെ റെഡിമെയ്ഡ്സുമാണ് കാണിച്ചത്. ഞങ്ങൾക്ക് വീഡിയോസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല. ഇത് മെറ്റീരിയൽസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഹോൾസെയിൽ റേറ്റ് ആണെങ്കിൽ പോലും അത് കുറച്ചൊരു ഓവറായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അപ്പോൾ മറ്റുള്ള സ്ഥലത്തും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ മറ്റൊരു ഷോപ്പിൽ കയറി. ഇവിടെ കുർത്തീസാണ് കൂടുതലായിട്ടുള്ളത്. ഞങ്ങളും കുർത്തി ടാർഗറ്റ് ചെയ്തിട്ടാണല്ലോ വന്നത്. പിന്നെ നൈറ്റി മെറ്റീരിയൽസും കുറച്ച് എടുക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നൈറ്റി മെറ്റീരിയലും കൂടെ നോക്കിയത്. അപ്പോൾ ഞങ്ങൾ ആ കയറിയ ഈ ഷോപ്പല്ല കേട്ടോ, ഇതിന് തൊട്ട് മുന്നേ കയറിയ ഷോപ്പിൽ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള പാർട്ടി വെയർ പോലത്തെ കുർത്തികളൊക്കെയാണ് കാര്യമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കയറിയതാണ് നോവൽറ്റി എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൽ. ഇവിടെ ഭയങ്കര തിരക്കാണ്, ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. മറ്റിടത്തൊന്നും അത്ര അധികം ഒരു തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെയും മെയിനായിട്ട് ഇവിടെ വീഡിയോ അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷോപ്പിൽ കയറിയിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ചെല്ലുമ്പോൾ ഇവരെന്താണ് അതിന് സമ്മതിക്കാത്തത് എന്നറിയുന്നില്ല. ഇപ്പോൾ കയറിയ 3-4 ഷോപ്പുകൾ കയറി, അവിടെ ഒന്നും അവർ വീഡിയോസ് അലൗഡ് അല്ല, ജസ്റ്റ് ഒരു ഫോട്ടോ വേണമെങ്കിൽ എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്തു. നോവൽറ്റിയിൽ നിന്നാണ് ഞങ്ങൾ റണ്ണിങ് മെറ്റീരിയൽസും അതുപോലെ തന്നെ നൈറ്റി മെറ്റീരിയൽസും ഒക്കെ പർച്ചേസ് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതൊന്നും ഇതിൽ കാണിക്കാൻ പറ്റാത്തത്. അതിന് ശേഷം ഞങ്ങൾക്ക് ബില്ല് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര തിരക്ക്. അപ്പോൾ ബില്ല് ചെയ്ത് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നു. നിങ്ങൾ വേണമെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് സാധനം പർച്ചേസ് ചെയ്തു. ഏകദേശം ഒരു 5-5:30 ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. മാളുവിൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ മെറ്റീരിയൽസൊക്കെ അകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഒരു മതിലിൻ്റെ അപ്പുറവും ഇപ്പുറമാണ് കേട്ടോ.
താമസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോണ്ടാക്ട് ചെയ്യാൻ ഭയങ്കര സുഖമാണ്, ഞാനും ആളും. അപ്പോൾ അതുകൊണ്ട് അവൾ രാത്രി എൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ബില്ലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തു. ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസൊക്കെ കടയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. രാത്രിയാണ് ഇതൊക്കെ സെറ്റാക്കി വെച്ചത്. അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ.